അപ്പോ ഇന്ന് ഞാന് നമ്മുടെ ബോച്ചേട്ടി വിന്നറെ വിളിക്കാൻ പോവാണ്. അതായത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇന്ന് നറുക്കെടുപ്പിൽ 10 ലക്ഷം റുപ്യ വിന്നറായ സജീഷ് കുമാർ എന്ന അനിയൻകുട്ടിക്ക് വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ്. നമുക്കറിയാം ബോച്ചെ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ. കാരണം കേരളത്തില് നിരവധി പാവപ്പെട്ട മനുഷ്യർക്കാണ് ബോച്ചെ പുണ്യപ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ റഹീമിന്റെ കാര്യത്തിൽ 34 കോടി രൂപ വേണമെന്ന് കമ്മിറ്റിക്കാർ നമുക്ക് വിവരം തരുമ്പോൾ ആ പാവം ഉമ്മ ആ കുടുംബങ്ങളും വല്ലാത്തൊരു അവസ്ഥയിലേക്ക്. അവിടെയാണ് നമ്മുടെ ബോച്ച രംഗത്തിറങ്ങിക്കൊണ്ട് മറ്റുള്ളവരെ മുന്നിൽ തെരുവിലിറങ്ങിക്കൊണ്ട് കൈ നീട്ടിക്കൊണ്ട് സങ്കടം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും ബോച്ചന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ആ 34 കോടിയല്ല അതിന് മുകളിലും നമുക്ക് സമാഹരിക്കാൻ കഴിയും. അതിന് ബോച്ചയ്ക്ക് എത്ര നന്ദി പറയാനില്ല. അപ്പൊ ബോച്ചനെ പോലുള്ള ഇത്തരത്തിലുള്ള മനുഷ്യസ്നേഹികൾക്ക് ബിസിനസ് ഉണ്ടാവട്ടെ. കാരണം ഇന്ന് 10 ലക്ഷം രൂപ അടിച്ച ആ ഭാഗ്യവാന് ഇന്നത് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം എത്രയേക്കാരം. നമുക്കറിയാം ഇപ്പൊ 2 ദിവസം മുന്നേറ്റ് നമുക്ക് കൊല്ലം ഭാഗത്തേറ്റ് ഒരു ഇത്താത്താന്റെ ബാത്റൂമിൽ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ, വീട് കത്തിപ്പോയിട്ടുള്ള സാഹചര്യം കണ്ടു. അവിടെയും നമ്മുടെ ബോച്ച ഇറങ്ങിക്കൊണ്ട് ആ ഇത്താത്താക്ക് വീട് ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഇത്താത്താക്ക് സംരക്ഷണം കൊടുക്കുന്നുള്ള വലിയൊരു സ്നേഹത്തോടുള്ള വലിയ മനസ്സ് കാണിക്കുന്ന നമ്മുടെ ബോച്ചയുടെ ബിസിനസ്സിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതിന് പരസ്യം നമ്മൾ ചെയ്യാന്നല്ല ഉദ്ദേശിക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ പുണ്യപ്രവൃത്തി നമ്മുടെ നാടിന് മാതൃക. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. മനുഷ്യന്റെ വിഷമങ്ങൾ കണ്ട് അവരെ സഹായിക്കാനായിട്ട് പടച്ചമ്പുരാ ഇറക്കിവിട്ട ഒരു മനുഷ്യസ്നേഹി. അതാണ് നമ്മുടെ ബോച്ചയ്ക്ക് ബിഗ് സല്യൂട്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം സർ. സജീഷ് കുമാർ അല്ലേ? അതെ അതെ അതെ. നാട്ടിലെവിടെ നിങ്ങള്? ഞാന് കേണിച്ചിറ മൂന്നാൻകുഴി ഭാഗം സാർ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ആണ്. ബോച്ച ടീ മേടിച്ചിട്ടുണ്ട് നിങ്ങള്? ഞാൻ മേടിച്ചിരുന്നു സാർ. എവിടുന്നാ മേടിച്ചത്? കൽപ്പറ്റയിലാണ് സാർ. കൽപ്പറ്റ ബ്രാഞ്ച്. എങ്ങനെയുണ്ട് ബോച്ച ടീ? നന്നായിട്ടുണ്ട് സാർ. നല്ല ചായയാണ്. ഞാൻ കഴിച്ചു നോക്കിയിരുന്നു. കഴിച്ചു നോക്കി, ഉഷാറാണ് അല്ലേ? അതായത് ബോച്ച ടീ മേടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ക്യാഷ് പ്രൈസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിവസം അതായത് 10 ലക്ഷം റുപ്യന്റെ ഓരോ നറുക്കെടുപ്പിൽ കിട്ടുന്ന ദിവസവും 10 ലക്ഷം വീതം കൊടുക്കുന്നുണ്ട്. 13,704 ക്യാഷ് പ്രൈസ് ഉണ്ട് ഇതിന് പുറത്ത്. അതായത് 25,000, 10,000, 5,000, 1000, 500, 100. പിന്നെ ബമ്പർ ടിക്കറ്റ് 25 കോടി രൂപ. അപ്പൊ നിങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് ബോച്ച ടീ മേടിക്കുമ്പോ ഒരുപാട് തണലൊരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോച്ച ടീയുടെ ഉദ്ദേശം. കാരണം അദ്ദേഹം പല മേഖലയിൽ കൂടി പാവപ്പെട്ടവരെ സഹായിക്കുക, ജാതിയും മതവും രാഷ്ട്രീയം ഒക്കെ മറന്ന് മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പൊ ബോച്ച ടീ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെ? എന്നെ ആശ്രയിച്ചാണ് സാർ. ഞാൻ ജോലി ചെയ്തിട്ട് വേണം കുടുംബം മുന്നോട്ട് പോകാൻ. ജോലി ചെയ്തിട്ട് വേണം മുന്നോട്ട്. അപ്പൊ വിഷമത്തിലാണ് സാമ്പത്തികമായിട്ടൊക്കെ അല്ലേ? തീർച്ചയായിട്ടും സാർ. അപ്പൊ നമുക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വിളിച്ചത്. ബോച്ച ടീമിന്റെ ടീം എന്നോട് നിങ്ങളോട് ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ ഏൽപ്പിച്ചതാണ്. എന്നെ അറിയോ? ഞാൻ നാസർ മോൻ പറഞ്ഞ ആളാണ്. അറിയാം സാറിനെ ഒരുപാട് അറിയുന്നത് സാർ. ഞാൻ വീഡിയോ കാര്യങ്ങളെല്ലാം സാറ് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വളരെ സന്തോഷം സാർ. അപ്പൊ അതിലപ്പുറം വലിയ ഒരു സന്തോഷമാണ് ഞാൻ അറിയിക്കേണ്ടത്. ഒരുപാട് വിഷമങ്ങളൊക്കെ മാറട്ടെ. ബോച്ച ടീയുടെ ഇന്നത്തെ നറുക്കെടുപ്പിലെ വിജയി, 10 ലക്ഷം രൂപയുടെ വിജയി നിങ്ങളാണ്. സജീഷ് കുമാർ എന്ന അനിയൻകുട്ടിയാണ്. സന്തോഷമായില്ലേ? അയ്യോ, സന്തോഷം സാർ. ദൈവമേ, ഒരു മഹാ അത്ഭുതമാണല്ലോ സാർ. എങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നത്. അതാണ് എങ്ങനെ മറുപടി പറയണമെന്ന് അറിയത്തില്ല. പിന്നെ ബോച്ചയ്ക്ക് വേണ്ടി ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു സാർ. കാരണം ഞങ്ങളെപ്പോലെ അന്നന്ന് ദിവസത്തെ ജോലി ചെയ്തിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ സമ്മാനം തന്നെയാണ് സാർ. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അപ്പോ ബോച്ച ടീയുടെ സമ്മാനം അടിച്ചില് സന്തോഷിക്കുക. ഒരുപാട് ആളുകൾക്ക് സമ്മാനത്തുക കിട്ടട്ടെ. കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എത്തട്ടെ അദ്ദേഹത്തിന്റെ സമ്പത്ത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ കിട്ടുന്നതിൽ നല്ല പങ്കും പാവപ്പെട്ടവർക്ക് നീക്കിവെക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള മഹാന്മാർക്ക് ബിസിനസ് ഉണ്ടാകട്ടെ, സമ്പത്ത് ഉണ്ടാകട്ടെ. അപ്പോഴാണ് അത് ഒരുപാട് പാവപ്പെട്ടവർക്ക് തണലൊരുക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ബോച്ച ടീയുടെ 10 ലക്ഷം റുപ്യ എന്ന വലിയ സംഖ്യ നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാർ. കാരണം നമുക്ക് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണല്ലോ ഇത്. നമുക്ക് ഒരിക്കലും ഇത് സാറിനെ പിന്നെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. കാരണം ഇത് വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അതായത് ഞാനും ഒരു ഭാഗ്യവാനാണ്. ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചപ്പോ
അതും സജീഷ് കുമാറിനെ പോലെ ഒരു അനിയൻകുട്ടിക്ക് സാമ്പത്തികമായിട്ടൊക്കെ വിഷമമുള്ള ഒരാൾക്ക് തന്നെ വിളിച്ചുകാണ്ട് ഈ സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ എനിക്കും അതിലേറെ സന്തോഷമുണ്ട്. നമ്മളെ ബോച്ചയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇനി എന്തായാലും ബന്ധപ്പെടാ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിൽ ഉണ്ടാകുക. താങ്ക്സ് കേട്ടാ. ഓക്കെ ശരി ശരി സാർ, താങ്ക് യു ശരി താങ്ക് യു. ശരി.